Hi dears, it's me Anshi from MS Solution. ഇനി എന്തിന് വേറെ സൊല്യൂഷൻ. അപ്പോൾ മക്കളെ നമ്മളെ ഒന്നാമത്തെ ചാപ്റ്ററിലെ രണ്ടാമത്തെ ചാപ്റ്ററിലെ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എല്ലാവരും റെഡി അല്ലേ? എന്താണ് ആ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? സിമ്പിൾ ആയിട്ട് നോക്കാം. നമുക്ക് എന്തായാലും ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരും. എന്താണ് ക്വസ്റ്റ്യൻ? ഗിവൻ IUPAC നെയിം ഒരു സ്ട്രക്ചർ തന്നിട്ട് എന്ത് ചെയ്യാൻ പറയും? IUPAC വരക്കാൻ പറയും, IUPAC എഴുതാൻ പറയും, നെയിം ചെയ്യാൻ പറയും. ഇത് ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേര് തന്നെ അതാ, നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് എന്നാണ്. അപ്പൊ അതിൽ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പിച്ച് വെച്ചോളി. നെയിം ചെയ്യാൻ പറയില്ല, ഈ ആളെ നെയിം ചെയ്യാനാണ് പറഞ്ഞത്. ഇവിടെ എന്റെ മക്കൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു മെയിൻ ചെയിൻ ഉണ്ട്, ഒരു 3 കാർബൺസ് ഉള്ള മെയിൻ ചെയിൻ ഉണ്ട്. അതിമെന്ന് ആരോ ഒരാളിങ്ങനെ തൂങ്ങി പിടിച്ച് കിടക്കുന്നുണ്ടല്ലേ. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവൻ എന്താടാ, ഇവനൊരു ബ്രാഞ്ച് ആയിരിക്കും അല്ലെ, ശാഖ ആയിരിക്കും എന്ന് മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ കിട്ടി ഇവനാണ് ബ്രാഞ്ച്. അങ്ങനെയാണെങ്കിൽ ഇയാളെ നമുക്ക് എന്ത് പറയാ? മെയിൻ ചെയിൻ എന്നാണ് പറയുക, പ്രധാന ശാഖ എന്ന് പറയാം. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണണം? പൊസിഷൻ നമ്പർ കാണാം, അഥവാ സ്ഥാനസംഖ്യ കാണാം. വളരെ സിമ്പിൾ ആയിട്ട് മക്കളെ 1 2 3 1 2 3. ഇതിന്റെ മക്കളെ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, പൊസിഷൻ നമ്പർ കൊടുക്കുമ്പോൾ ഒരു സൈഡിൽ നിന്ന് ഇവിടുന്ന് ലെഫ്റ്റ് റൈറ്റും എഴുതണം, റൈറ്റ് ലെഫ്റ്റ് എഴുതണം, എന്നാ തെറ്റൂലടാ. ഓക്കെ, ഇവിടുന്ന് എണ്ണാം 1 2 3. അങ്ങനെയുള്ള മക്കളെ ഏതാണ് പൊസിഷൻ നമ്പർ? ഏറ്റവും സ്മോളസ്റ്റ് വരുന്നത് എങ്ങനെയായാലും 2 വരുള്ളൂ. 2 ആണ് പൊസിഷൻ നമ്പർ എന്ന് കിട്ടി. ആരാടാ ഇവിടെ ബ്രാഞ്ച് പിടിച്ച് നിൽക്കുന്നത്? മീത്തൈൽ ആണ്. അപ്പൊ 2 മീത്തൈൽ കിട്ടി, ബ്രാഞ്ചും കിട്ടി. ടോട്ടൽ 3 കാർബൺ ആയതുകൊണ്ട് എന്താടാ? പ്രൊപ്പാണ്. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് പ്രൊപ്പൈൻ വരും. ഇവന്റെ IUPAC കിട്ടി 2 മീത്തൈൽ പ്രൊപ്പൈൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ദ മോളിക്കുലർ ഫോർമുല. എന്താ മോളിക്കുലർ ഫോർമുല എന്ന് പറഞ്ഞാല് തന്മാത്രാ സൂത്രം എഴുതാം. ടോട്ടൽ എത്ര കാർബൺ ആണ്? 1 2 3 4 C4 ആണ്. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് നമ്മളെ ജനറൽ ഫോർമുല വെച്ച് നോക്കിയാൽ +2 ചെയ്താൽ മതി, അഥവാ ഹൈഡ്രജൻ ഉണ്ട്. 3 3 6 6 3 9 9 3 10 C4H10. 2 മാർക്ക് പോക്കറ്റിൽ ഇരിക്കും. സെറ്റ് ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് ദ സ്ട്രക്ചർ ഓഫ് ദ ഐസോമർ ദ കോമൺ. എന്ത് വരക്കാൻ? സ്ട്രക്ചർ വരക്കാൻ ഐസോമർ. ഇതിന്റെ ഐസോമർ വരക്കാൻ പറഞ്ഞാൽ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഇവിടെ OHO ഇവിടെ ഒരാളൊരു ഫംഗ്ഷൻ ഗ്രൂപ്പ് ഇല്ല, ഒന്നുമില്ല. ഫംഗ്ഷൻ ഗ്രൂപ്പ് ആരും കണ്ടില്ലേ മക്കളെ? മനസ്സിലായിക്കോളൂ, അതൊരു ചെയിൻ ഐസോമർ ആവും. എന്ത് ഐസോമർ ആണ്? ചെയിൻ ഐസോമർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പോകുന്ന ഒരാളെ നമുക്ക് എന്ത് ചെയ്താൽ മതി? നീട്ടി വലിച്ചാൽ നീട്ടി കൊടുത്താൽ മതി. അതായത് നമ്മൾ എഴുതുമ്പോൾ എന്ത് ചെയ്തു? CH3 CH2 CH2 CH3. മോളിക്കുലർ ഫോർമുല സെയിം ആണ്, പക്ഷെ സ്ട്രക്ചർ മാറി. ദിസ് ഈസ് നോൺ ആസ് അല്ലെങ്കിൽ കോൾഡ്, ഇവനെ പറയുന്ന പേരാണ് ചെയിൻ ഐസോമർ. എന്താണ് ഉത്തരം നോക്കടാ? ഇതല്ലേ നമ്മൾ എഴുതിയത്? അതായത് ബ്യൂട്ടൈൻ ആയി, അഥവാ C4H10 തന്നെയാണ്. മോളിക്കുലർ ഫോർമുല സെയിം ആണ്. ഇവന്റെ ഐസോമറിന്റെ പേരെന്താ ചോദിച്ചാൽ ചെയിൻ ഐസോമർ. സെറ്റ് ആണല്ലോ ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, അങ്ങനെയുള്ള അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. എടാ, പൂക്കളുടെയും പഴങ്ങളുടെയും സുഗന്ധമുള്ള ഫ്രാഗ്രൻസ് ഉള്ള, അതായത് നമുക്കറിയാം നല്ല സ്മെല്ല് നല്ല ഫ്രാഗ്രൻസ് ഉള്ള ഒരാളാണ് എസ്റ്റർ എന്നുള്ള കാര്യം ഓർമ്മ ഉണ്ടായിക്കോട്ടെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഒരാൾ തന്നിട്ടുണ്ടല്ലേ, ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇതിന്റെ സെന്ററിൽ COO കണ്ടാൽ മക്കളെ മനസ്സിലാക്കി വെച്ചോളി, ഇത് ഏതാടാ? ഇത് എസ്റ്റർ ആണ്. അപ്പൊ ഇതിലെ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഇവിടെ നിന്നുള്ളത് ആരാ ചോദിച്ചാൽ ഇവന്റെ പേരാണ് എസ്റ്റർ. ഒന്നാമത്തെ ഉത്തരം കിട്ടി, ഇത് എസ്റ്റർ ആണ്. ഇനി COOH വന്നാൽ മക്കൾ നമുക്കറിയാം ഇത് കാർബോസിലിക് ആസിഡ് ആണ്. കാർബോസിലിക് ഗ്രൂപ്പ് ആണ്, ആസിഡ് ആണെന്ന് അറിയാം. ഇവിടെ COOH അല്ല COO ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എസ്റ്റർ ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഈ പദാർത്ഥം തയ്യാറാക്കാൻ ആവശ്യമായ റിയാക്റ്റൻസ് അഥവാ അഭികാരങ്ങൾ ആരൊക്കെയാണ്? ഒരു എസ്റ്റർ ഉണ്ടാവണമെങ്കിൽ പഠിച്ചു വെച്ചോളി. ഒന്ന് ആൽക്കഹോളും കിട്ടണം, രണ്ടാമത്തെ ആസിഡും കിട്ടണം. കാർബോസിലിക് ആസിഡും ആൽക്കഹോളൂടെ കൂടി ചേർന്നാൽ കിട്ടുന്ന ആളാണ് എസ്റ്റർ എന്നുള്ള കാര്യം ഓർമ്മയിൽ വെച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആരൊക്കെയാണ് കൂടി ചേർന്നുണ്ടാവുക? ഇവിടെ 1 2 3 4 5 ടോട്ടൽ 5 കാർബൺസാ. അപ്പൊ റിയാക്റ്റൻസിലും 5 കാർബൺസ് കിട്ടിക്കോളാം. 2 ആൾ വേണം, ഒന്ന് ആൽക്കഹോളും ഒന്ന് ആരാടാ? ആസിഡും ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ആസിഡിന്റെ പേര് നോക്കിക്കോ? CH3 CH2 COH, അഥവാ 3 കാർബൺ. 1 2 3 കാർബൺ ആവുന്നതിന്റെ പേര് പ്രൊപ്പനോയിക് ആസിഡ് ആണ്. ഇനി ബാക്കി 2 കാർബണോടെ പറ്റുള്ളൂ, കാരണം നമ്മൾ എസ്റ്ററിൽ 5 കാർബണേ ആയുള്ളൂ. അപ്പൊ ബാക്കി 2 കാർബണോട് വരുമ്പോൾ എന്താണ് പേര് വരിക? CH3 CH2OH, അഥവാ എത്തനോളൂടെ വരും. അഥവാ പ്രൊപ്പനോയിക് ആസിഡും എത്തനോളൂടെ കൂടി ചേർന്ന് കിട്ടുന്ന ഒരു എസ്റ്ററിന്റെ പേരെന്താ ചോദിച്ചാൽ പ്രൊപ്പൈൽ എത്തനോയേറ്റ് ആണ്. ആ എസ്റ്ററിന്റെ പേര് ചോദിച്ചാൽ പ്രൊപ്പൈൽ എത്തനോയേറ്റ് ആണ്. അപ്പൊ എസ്റ്ററിന്റെ പേര് കൊടുക്കൽ എങ്ങനെ ചോദിച്ചാൽ ആൽക്കൈൽ ആൽക്കനോയേറ്റ് എന്നാണ് പേര് കൊടുക്കുക. സെറ്റ് ആണല്ലോ. അങ്ങനെ മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇതാ പിടിച്ച അടുത്ത ക്വസ്റ്റ്യൻ. യു നോ ദ യു മേ എവിടെ ഓക്കെ സിമ്പിൾ മോളിക്യൂൾസ് കമ്പൈൻഡ് അണ്ടർ ദ ഫേവറബിൾ കണ്ടീഷൻ ഫ്രം ദ കോംപ്ലക്സ് മോളിക്യൂൾസ്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, അതായത് സിമ്പിൾ മോളിക്യൂൾസ് കമ്പൈൻ ചെയ്ത് എന്താവുന്നു? ലാർജ് കോംപ്ലക്സ് മോളിക്യൂൾസ് ആയിട്ട് മാറുന്നു. ഈ പ്രോസസ്സിനെ പറയുന്ന പേര് നമ്മൾ പഠിച്ചതാണ്. എന്താണ് ഈ പ്രോസസ്സിന് പറയാ? പോളിമറൈസേഷൻ എന്നാണ്. അപ്പൊ അവിടെ തന്നെ എന്റെ മക്കൾ കിട്ടണം, ഇത് പോളിമറൈസേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ എന്താണ് ക്വസ്റ്റ്യൻ? അത്തരമൊരു രാസപ്രവർത്തനത്തിന്റെ പേരെന്താണ്? ഇത് കെമിക്കൽ, വാട്ട് ഈസ് ദി നെയിം ഓഫ് കെമിക്കൽ റിയാക്ഷൻ? ഈ കെമിക്കൽ റിയാക്ഷന്റെ പേരെന്താടാ? പോളിമറൈസേഷൻ എന്നാണ്. എന്താണ് പേര്? പോളിമറൈസേഷൻ. ഓക്കെ, ഇവിടെ പരാമർശിച്ചിരുന്ന അനുകൂല സാഹചര്യങ്ങൾ എഴുതാം. വാട്ട് ആർ ദ ഫേവറബിൾ കണ്ടീഷൻ മെൻഷൻ? ഇവിടെ പറഞ്ഞ അനുകൂല സാഹചര്യം ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു പോളിമറൈസേഷൻ ഉണ്ടാവുന്ന അനുകൂല സാഹചര്യങ്ങൾ ഏതൊക്കെ ചോദിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചു വെച്ചോളി. ഹൈ പ്രഷർ,
ഉയർന്ന മർദ്ദം. എന്താടാ? ഉയർന്ന മർദ്ദം, ഹൈ പ്രഷർ, ഉയർന്ന മർദ്ദം. രണ്ടാമത്തെ എന്താ? ഹൈ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഉയർന്ന താപനില. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഉയർന്ന താപനില. മൂന്നാമത്തത് പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉൽപ്രേരകം. ഇതാണ് പഠിച്ചു വെച്ചാൽ മതി. സെറ്റ് ആണല്ലോ? ഈ മൂന്നാൾക്കാരെ സാന്നിധ്യത്തിലാണ് നമ്മൾ എന്തുണ്ടാവുക? പോളിമറൈസേഷൻ ഉണ്ടാവുക. സെറ്റ് ആണല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താടാ? റൈറ്റ് ദ എക്സാമ്പിൾ ആൻഡ് സച്ച് റിയാക്ഷൻ. ഈ ഒരു റിയാക്ഷൻ അഥവാ പോളിമറൈസേഷൻ ഉണ്ടാകുന്ന റിയാക്ഷൻ ഒരു എക്സാമ്പിൾ എഴുതാൻ പറയാം. 3 എക്സാമ്പിൾ നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. ഇത് പഠിച്ചു വെച്ചോ. 3 എക്സാമ്പിൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, N മുന്നിലാണെങ്കിൽ ഇത് മോണോമർ ആയിരിക്കും. ഈത്തൈൻ അല്ല മക്കളെ, ഈത്തീനാണ്. ഓക്കെ, N മുന്നിലാണെങ്കിൽ അത് മോണോമർ ആയിരിക്കും. N പിന്നിലാണെങ്കിലോ? N പിന്നിലാണെങ്കിൽ അത് പോളിമർ ആയിരിക്കും. വരക്കാൻ പറഞ്ഞാൽ വരച്ചു കൊടുക്കണേ. CH2 ഡബിൾ ബോണ്ട് CH2. N മുന്നിൽ കൊടുത്താൽ ഇവൻ ആരാടാ? ഇവൻ മോണോമർ ആയിരിക്കും. സെറ്റ് അല്ലേ? ഇനി ഇവന്റെ റിയാക്ഷൻ ചോദിച്ചാൽ CH2 ബോണ്ട് ഉള്ളത് എന്താവുന്നു? സിംഗിൾ ബോണ്ട് ആക്കി മാറ്റുന്നു. ഇവിടെ എന്തെന്നടാ? CH2. 2 ബ്രാക്കറ്റ് കൊടുക്കുന്നു, കൈ വരച്ച് കൊടുക്കുന്നു. N എവിടെ കൊടുക്കുക? N പിന്നിൽ കൊടുക്കുക. ഇത് പോളിമർ ആയി. സോ സിമ്പിൾ. N മുന്നിൽ കൊടുത്താൽ മോണോമർ, N പിന്നിൽ കൊടുത്താൽ പോളിമർ. ഇതാണ് അതിന്റെ പ്രവർത്തന സമവാക്യം. ഇത് പഠിക്കാനുള്ളത് ഒന്ന് എന്താണ്? ഈത്തീൻ ആണ്. ഒന്ന് ഈത്തീൻ. രണ്ടാമത്തെ ആരാ അറിയോ? PVC ആണ്. PVC. മൂന്നാമത്തെ എന്താ ചോദിച്ചാൽ ടെഫ്ലോൺ അഥവാ ടെട്രാ ഫ്ലൂറോ ഈത്തീൻ്റെതും. ഈ 3 ആൾക്കാരെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ക്രിസ്റ്റൽ സെറ്റ് ആയിട്ട് പഠിച്ചോളാം. റെഡി ആണല്ലോ? അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഡീറ്റെയിൽസ് റിലേറ്റഡ് ടു ഓർഗാനിക് ഹൈഡ്രോകാർബൺ കോമ്പൗണ്ട്സ് ആർ ഗിവൺ ബിലോ. അതായത് കുറച്ച് ആൾക്കാരെ ഡീറ്റെയിൽസ് താഴെ തന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിന് ഉത്തരം എഴുതാനാ. എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് നോക്കാം. അതായത് മോളിക്കുലാർ ഫോർമുല നമ്മൾ വരക്കാനാവും ചോദിക്കാം. മോളിക്കുലാർ ഫോർമുല തന്നിട്ടുണ്ട്. C5H12 ആണ്. കാണുമ്പോൾ തന്നെ അറിയത് സിംഗിൾ ബോണ്ട് ആണ്. അടുത്തത് ദർ ആർ മീത്തൈൽ ബ്രാഞ്ച്. എന്തുണ്ടാ? മീത്തൈൽ എന്ന് പറഞ്ഞ ഒരു ശാഖയുണ്ട്. സോ സിമ്പിൾ. ഡ്രോ ദ പോസിബിൾ ഐസോമർ കോമ്പൗണ്ട് ആൻഡ് റൈറ്റ് ദ IUPAC നെയിം. അതിന്റെ മുന്നേ ഇത് ആരാണ് നമ്മൾ വരക്കാൻ നോക്കണം. സിമ്പിൾ അല്ലേ? അതായത് 5 കാർബൺ എന്ന് പറഞ്ഞു. 1 2 3 4 5. സോ സിമ്പിൾ. ഇത്രയേ ഉള്ളൂ സംഭവം. ഇതിൽ എന്തുണ്ടെന്ന് പറഞ്ഞടാ? മീത്തൈൽ ബ്രാഞ്ച് ഉണ്ട്. ഒരു മീത്തൈൽ ബ്രാഞ്ച് ഉണ്ടെന്നും പറഞ്ഞു. എവിടെ ഒരു മീത്തൈൽ ബ്രാഞ്ച് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മക്കളെ ഒന്നുമില്ലടാ, സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക. ഫസ്റ്റ് ഇതിലൊരു മീത്തൈൽ ബ്രാഞ്ച് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇതിന് ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രോ ദ പോസിബിൾ ഐസോമർ ദ കോമൺ റൈറ്റ് ദർ IUPAC നെയിം. ഇതിന്റെ പോസിബിൾ ആയിട്ട് ഐസോമർ ഫസ്റ്റ് വരക്കാൻ പറയും. അതായത് C12H12 ആണ് നമ്മളെ മോളിക്കുലാർ ഫോർമുല. ഇത് വെച്ചിട്ട് ബാക്കി ചെയ്താൽ മതി. ഐസോമർ വരക്കാൻ പറഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഇവിടെ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഒന്നും തന്നിട്ടില്ല. ഫംഗ്ഷൻ ഗ്രൂപ്പ് തരാത്ത കൊണ്ട് മനസ്സിലാക്കാം ഇത് ചെയിൻ ഐസോമർ ആണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? CH3 CH2 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 CH3. ഇതാണ് ഇതിന്റെ സംഭവം. ഇവനെ നമുക്ക് നേരെ എങ്ങനെയാണ് ഐസോമേഴ്സിലോട്ട് മാറ്റാൻ പറയാം? ഇവന്റെ ചെയിൻ ഐസോമർ വരക്കാൻ പറഞ്ഞാൽ ഒറ്റ സിമ്പിൾ ആയിട്ട് CH3 ഇവിടെ എന്ത് ചെയ്യുക? CH ഒരു ബ്രാഞ്ചാണ് പൊട്ടിച്ച് കൊടുത്താൽ മതി. പരിപാടി കഴിഞ്ഞു. CH2 CH3 ടോട്ടൽ എണ്ണുമ്പോൾ കറക്റ്റ് ആയിരിക്കും. ഒരു ബ്രാഞ്ചാണ് കൊടുക്കുക, അല്ലെങ്കിൽ സ്ട്രക്ചറാണ് മാറ്റുക. നേരെ പോകുന്ന ആൾ എന്ത് ചെയ്താൽ മതി? ചെറുതായിട്ട് വളച്ച് കൊടുത്താൽ ഇത് ചെയിൻ ഐസോമറായി. സ്ട്രക്ചർ മാത്രം മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് ഇതിന്റെ ചെയിൻ ഐസോമർ. സെറ്റ് ആണല്ലോ? അങ്ങനെ മക്കളെ, അപ്പോൾ അവന്റെ IUPAC ചെയ്യുമ്പോൾ എന്താ അവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ ആക്കിയിട്ടും കൊടുക്കാം. അതായത് ടോട്ടൽ 5 കാർബൺ മതി നമുക്ക്. H എണ്ണം വേണം, 15 എണ്ണം വേണം. ഇവന്റെ ഐസോമർ നമുക്ക് നേരെ എന്ത് ചെയ്യുന്നു? ബ്രാഞ്ച് നേരെ വേറെ ഒന്നിന്റെ മുകളിൽ 2 ഇട്ട് കൊടുക്കും. അപ്പൊ ഡൈ ചേർത്ത് കൊടുക്കും. അതും പറ്റും, അതും പോസിബിൾ ആണ്. അപ്പൊ ഇതൊന്ന് നോക്കി വെച്ചോ. ഇതറ സിമ്പിൾ അല്ലേ? ടോട്ടൽ 1 2 3 4 5 കാർബൺ ഉണ്ട്. ഹൈഡ്രജൻ നോക്കണം. 3 3 6 6 3 9 9 3 12. ടോട്ടൽ 12 ഹൈഡ്രജൻ ഉണ്ട്. പക്ഷെ ഇവിടെ എന്താ മാറി വന്നതാ? ടോട്ടൽ രണ്ടാമത്തെ കാർബണിൽ 2 ബ്രാഞ്ച് വന്നു. ഒരേപോലുള്ള 2 ബ്രാഞ്ച് വന്നു. സോ അവിടെ നമ്മൾ എന്ത് ചേർത്ത് കൊടുക്കും? ഡൈ എന്ന് ചേർത്ത് കൊടുക്കും. ഡൈ മീത്തൈൽ ആവും. 2 ഡൈമീത്തൈൽ പ്രൊപ്പൈൻ ആവും. സോ സിമ്പിളാ. ഇത് ചെറുതായിട്ട് സ്ട്രക്ചർ അങ്ങോട്ട് മാറുന്നു, പക്ഷേ മോളിക്കുലർ ഫോർമുല സെയിം ആണ്. അപ്പോൾ ഇവരെ നമുക്ക് എന്ത് പറയാം? ഇത് എന്ത് ഐസോമർ ചോദിച്ചാൽ ചെയിൻ ഐസോമർ. പറയാൻ കാരണം ഇവിടെ ഫംഗ്ഷൻ ഗ്രൂപ്പ് എന്ത് ചെയ്തിട്ടില്ല? പരാമർശിച്ചിട്ടില്ല. ഫംഗ്ഷൻ ഗ്രൂപ്പ് പറയാത്തത് കൊണ്ട് നമുക്ക് അവൻ എന്ത് പറയാം? ചെയിൻ ഐസോമർ ആണെന്ന് പറയാം. സോ സിമ്പിൾ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കണം. ഗിവ് ദ IUPAC നെയിം ഓഫ് ദ കോമൺ. എന്തായാലും ചോദിക്കുന്ന ചോദ്യമാണ്. IUPAC നെയിം ചോദിക്കും. ഇവിടെ നമ്മൾ ഫംഗ്ഷൻ ഗ്രൂപ്പ് പഠിച്ച ആൾക്കാർക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ്. CHO എന്ന ഫംഗ്ഷൻ ഗ്രൂപ്പ് കണ്ടാൽ മക്കളെ മനസ്സിലാക്കിക്കോളി, അത് ആലാണ്. ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആണ്. 1 2 3 ടോട്ടൽ 3 കാർബൺസ് ഉണ്ട്. അപ്പൊ എന്താ അവിടെ അവന്റെ പേര് വരിക? പ്രൊപ്പൻ പ്ലസ് ആൽ എന്ന് വന്നാൽ എന്താണ് ആ പേര് വരിക? പ്രൊപ്പനാൽ എന്ന് വരും. പ്രൊപ്പനാൽ അവസാനം ആൽ ചേർത്ത് കൊടുക്കുന്നു. അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. CH3 CH2 CH2 OH ടോട്ടൽ 3 കാർബൺ തന്നെയാണ്. ഒന്നാമത്തെ കാർബണിൽ OH വന്നാൽ ചേർത്ത് കൊടുക്കും. ഓള് ചേർത്ത് കൊടുക്കും. ആരെ ചേർത്ത് കൊടുക്കുക? ആരെങ്കിലും ഓളെ ചേർത്ത് കൊടുക്കുക. അപ്പൊ ഇവനായി നമ്മൾ ഒന്നിൽ വന്നാൽ പൊസിഷൻ പറയേണ്ട ആവശ്യമില്ല. എന്നാലും നമ്മൾ പൊസിഷൻ പറയാം.
പ്രൊപ്പൻ ഐഫൺ 1 ഐഫൺ ഓൾ ആണ്. ഇംഗ്ലീഷ് മീഡിയക്കാർ ബേജാറാവണ്ട, അടുത്ത ഇംഗ്ലീഷ് ഉണ്ട് കേട്ടോ. ഓക്കെ, അടുത്തത് സെന്ററിൽ ഓ കണ്ടാൽ മക്കളെ മനസ്സിലാക്കിക്കോളൂ, ഇത് ആൽക്കോക്സി ഗ്രൂപ്പാണ്. ചെറുതോക്സി വലുത് അല്ലെങ്കിൽ ആൽക്കോക്സി ആൽക്കിൻ എന്നാണ് പേര് കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു കാർബൺ ആണ്, ഇവിടെ 1 2 ആണ്. ടോട്ടൽ 3 കാർബൺസ് ഉണ്ട്. ഒരു സൈഡിൽ ചെറുതിൽ 1 ആണ്, വലുതിൽ എത്രയാണ്? 2 ആണ്. അപ്പൊ ഇവന്റെ പേരെന്താണ് വരിക? ചെറുതായത് കൊണ്ട് ഒരൊറ്റ കാർബൺ ആയതുകൊണ്ട് മീത്തോക്സി, ചെറുതോക്സി. വലുതിൽ 2 കാർബൺ ഉണ്ട്, മീത്തോക്സി ഈത്തൈൻ ആണ് പേര് വരിക. സെറ്റ് ആണല്ലോ. എന്താണ് ലാസ്റ്റ് വരിക? CH3CO CH3 അഥവാ 2 3 കാർബൺ, 1 2 3 കാർബൺ. രണ്ടാമത്തിൽ CO ആണ്, അഥവാ CO കണ്ടാൽ മനസ്സിലാക്കി വെച്ചോളൂ, കീറ്റോ ഗ്രൂപ്പാണ്. ചേർത്ത് കൊടുക്കേണ്ടത് ഓൺ ആണ്. അപ്പൊ എന്താണ് അവന്റെ പേര് വരിക? നോക്കിക്കോ, പ്രൊപ്പൻ ഐഫൺ 2 ഐഫൺ ഓൺ. ഇനി എല്ലാവരും ഇംഗ്ലീഷ് മീഡിയം നോക്കിക്കോ. ഒന്നാമത്തെ പ്രൊപ്പനാൽ, രണ്ടാമത്തെ പ്രൊപ്പൻ ഐഫൺ 1 ഐഫൺ ഓൾ, പിന്നെ മീത്തോക്സി ഈത്തൈൻ, രണ്ടാമത്തെ നാലാമത്തെ എന്താണ്? പ്രൊപ്പൻ ഐഫൺ 2 ഐഫൺ ഓൺ ആണ്. ഓൺ എന്ന് കണ്ടാൽ മക്കളെ മനസ്സിലാക്കിക്കോളൂ, ഇത് കീറ്റോ ഗ്രൂപ്പ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദിസ് പെയർ ഓഫ് ഐസോമർ, വാട്ട് ടൈപ്പ് ഐസോമർ? ഈ ഒരു ക്വസ്റ്റ്യനിൽ ഐസോമേഴ്സ് ഉണ്ട്, ഇത് ഏതൊക്കെയാണ്, ഏതൊക്കെ ജോഡികളാണ് ഐസോമർ? അങ്ങനെ ചോദിച്ചാൽ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ? അതായത് ഫംഗ്ഷൻ ഗ്രൂപ്പിൽ ഉണ്ടാവും. എന്തായാലും ഐസോമർ എടുക്കാൻ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഉണ്ടാവേ. OH വന്നാൽ O ആയിരിക്കും അവന്റെ പേര്, OH വന്നാൽ O ആയിരിക്കും പേര്. ഇനി CHO ആണ് വരുന്നതെങ്കിൽ ഇവന്റെ പേര് CO ആയിരിക്കും. അപ്പൊ സോ സിമ്പിൾ. എന്തൊക്കെയാടാ? ഇതാ അവിടെ നോക്കിക്കോ, OH വന്നൊരു പേരും O വന്നൊരു പേരും ഐസോമർ ആണ്. ഇനി CHO വന്നൊരു പേരും CO വന്നൊരു പേരും, ഇവർ ഐസോമർ. അപ്പൊ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ചേഞ്ച് ചെയ്താൽ ഇവരെ പറയുന്ന ഐസോമർ ഏതേക്കാരം? ഫംഗ്ഷണൽ ഐസോമർ ആയിരിക്കും. സോ സിമ്പിൾ. സെറ്റ് അല്ലേ? അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ആർ 5 കാർബൺസ്. എന്താണ്? ഒരു സാച്ചുറേറ്റഡ് ആണ്, അഥവാ സിംഗിൾ ബോണ്ട് ആണ്. ഇവരിൽ 5 കാർബൺ ഉണ്ടെന്ന് പറഞ്ഞു. അറ്റം മെയിൻ ചെയിനിൽ 5 കാർബൺ ഉണ്ട്. എ മീഥൈൽ റാഡിക്കൽ പ്രസൻസ് സെക്കൻഡ് കാർബൺ. അതായത് മെയിൻ ചെയിനിൽ 1 2 3 4 5 കാർബൺ ഉണ്ട്. സെക്കൻഡ് ചെയിനിൽ ഒരു മീഥൈൽ ബ്രാഞ്ച് ഉണ്ടെന്ന് പറഞ്ഞു, അഥവാ CH3 എന്ന് പറഞ്ഞൊരു ബ്രാഞ്ച് ഉണ്ട്. സോ സിമ്പിൾ. അങ്ങനെ വരച്ചു നോക്കിയാൽ CH3 CH CH2 CH2 CH3. സോ സിമ്പിൾ. ഇതാണ് സംഭവം. അങ്ങനെയുള്ള റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല വരച്ചു കഴിഞ്ഞു സർ, ഞങ്ങൾ വരച്ചു. അടുത്തത് IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. IUPAC വരക്കാൻ പറഞ്ഞാൽ എന്താണ്? ആ ബ്രാഞ്ച്, ഇവിടെ ബ്രാഞ്ച് ഉണ്ട്. ഈ ബ്രാഞ്ചിന്റെ പേരെന്താ? മീത്തൈൽ ആണ്. എവിടെ മീത്തൈൽ ഉള്ളത്? 2ലാണ്. 2 ഐഫൺ മീത്തൈൽ. ടോട്ടൽ 5 കാർബൺ ആയതുകൊണ്ട് പെന്റ് അല്ലേ സർ? സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് പെന്റേൻ. 2 ഐഫൺ മീത്തൈൽ പെന്റേൻ. അത് റൈറ്റ് സ്ട്രക്ചറൽ ഫോർമുല ചെയിൻ ഐസോമർ. എടാ ചോദിക്കുന്ന സംഭവമാണ് ഇത്. ചെയിൻ ഐസോമർസിലോട്ട് മാറ്റാൻ പറഞ്ഞാൽ നേരെയുള്ള ഇങ്ങനെയുള്ള ഒരാൾ എന്ത് ചെയ്താൽ മതി? നേരെ വരച്ചു കൊടുത്താൽ പരിപാടി കഴിഞ്ഞു. അല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യുക? ഒരു കാർബൺ ചെയിൻ ഇങ്ങോട്ട് എടുത്തിട്ട് ഇവിടെ ബ്രാഞ്ച് ആയിട്ട് കൊടുക്കുക, CH3. സോ സിമ്പിൾ. ഒന്നുകൂടെ പറയാം. അതായത് നേരെ നിങ്ങൾ ബ്രാഞ്ച് ഉള്ള ആൾക്കാരെ ചെയിൻ ഐസോമർസിലോട് വരക്കാൻ പറഞ്ഞാൽ ഒന്നും ആലോചിക്കണ്ട, അവനെ നേരെ അങ്ങോട്ട് വരച്ചു കൊടുത്താൽ മതി, പരിപാടി കഴിയും. അതായത് ഇതല്ലേ ഉത്തരം. ഇവൻ എന്ത് ചെയ്തു? നമ്മള് CH3 CH2 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 ടോട്ടൽ 4 5 CH2 ലാസ്റ്റ് CH3 ടോട്ടൽ 6 കാർബൺ ആണോ? ഇത്രയുള്ള സംഭവം. മോളിക്കുലാർ ഫോർമുല എഴുതുമ്പോൾ ഉത്തരം കിട്ടും C6H14 എന്ന് കിട്ടും. ഇവിടെ എന്താടാ? C6H14 എന്ന് കിട്ടും. സോ സിമ്പിൾ. ഇത്രയുള്ള സംഭവം. ഇവന്റെ ഐസോമർ നമുക്ക് വ്യത്യസ്ത രീതിയിൽ വരയ്ക്കാം, 2 ബ്രാഞ്ച് കൊടുക്കാം, ഒക്കെ കൊടുക്കാം. സോ സിമ്പിൾ. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ച് വെച്ചോ ചെയ്യാൻ വരും. അടുത്ത ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ് മക്കളെ. സിമ്പിൾ ആയിട്ട് ശ്രദ്ധിച്ച ഒരു റിയാക്ഷന്റെ ക്വസ്റ്റ്യൻ. എന്ത് തന്നെ വന്നാൽ ചോദിച്ചിരിക്കും, നോക്കണ്ട. സിമ്പിൾ ക്വസ്റ്റ്യനാ. അതായത് ABC ഇവരെന്ത് ചെയ്യാനാ പറഞ്ഞത്? ABC അത് മാച്ച് ദ ഫോളോവിങ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരച്ചു കൊടുക്കാനാണ്. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? CH3 പ്ലസ് Cl2 ക്ലോറിനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ക്ലോറിനെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ പ്രൊഡക്റ്റ് വരടാ? സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക. പ്രൊഡക്റ്റിൽ HCl കാണാൻ പറ്റും. അതായത് ഇവിടെ നോക്കിക്കോ, ഇവിടുത്തെ ഒരു 3 കാർബൺ എന്നുള്ള ഒരു ഹൈഡ്രജൻ റിമൂവ് ചെയ്യുന്നു, ഒരു ക്ലോറിൻ വന്നിരിക്കുന്നു. എന്താണ്? നമ്മളെ പവർ കുറഞ്ഞ ഒരാൾ ഒഴിവാക്കിയിട്ട് അവിടെ ക്ലോറിൻ വന്നിരുന്നാൽ ഇത് ആദേശ രാസപ്രവർത്തനമാണ്, അഥവാ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതല്ലേ ഇതിന്റെ ഉത്തരം? പ്രൊഡക്റ്റിൽ HCl കാണാം. റിയാക്ഷൻ ചോദിച്ചാൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അഥവാ ആദേശ രാസപ്രവർത്തനം. ബുദ്ധിമുട്ടില്ല. സെറ്റാ, അത് കിട്ടി. രണ്ടാമത്തെ എന്താണ്? ഇവിടെ മക്കൾ ഒറ്റ കാര്യം വെച്ചാൽ മതി. ഓക്സിജന്റെ പ്രസൻസിലാണെങ്കിൽ അഥവാ കത്താൻ ഹെൽപ്പ് ചെയ്യുന്ന അഥവാ കമ്പഷൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗ്യാസ് ആണ് ഓക്സിജൻ. അപ്പൊ ഇവിടെ കാണുന്നുണ്ട് പ്ലസ് O2 ആണ്, ഓക്സിജന്റെ പ്രസൻസിലാണ്. ഓക്സിജന്റെ പ്രസൻസിൽ കാണാൻ മക്കളെ മനസ്സിലാക്കി വെച്ചോളി. പ്രൊഡക്റ്റിൽ ആരൊക്കെ ഉണ്ടാവും? കാർബൺ ഡൈ ഓക്സൈഡും വെള്ളവും അവിടെ എന്തായാലും ഉണ്ടാവും. അപ്പൊ കമ്പഷന്റെ ഫലമായി ഉണ്ടാകുന്ന 2 പ്രൊഡക്റ്റ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ്, വെള്ളം, ഹീറ്റ്, ലൈറ്റ്. അപ്പൊ ഇവിടെ പ്രൊഡക്റ്റിൽ കാണുന്നുണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് H2O. അപ്പൊ ഈ റിയാക്ഷന്റെ പേരെന്ന് ചോദിച്ചാൽ കമ്പഷൻ ആണ് അഥവാ ജ്വലനമാണ്. ബുദ്ധിമുട്ടില്ല. സെറ്റ് ആണല്ലോ, 2 കിട്ടി. അടുത്ത എന്താണ്? എണ്ണി കണ്ടാൽ മക്കളെ മനസ്സിലാക്കി വെച്ചോളൂ. എണ്ണി കണ്ടാൽ അത്
മോണോമർ പോളിമർ ആയിക്കാരം. ഇതിന് പറഞ്ഞ പേരാണ് പോളിമറൈസേഷൻ. ഈ NCH2 ഡബിൾ ബോണ്ട് CH2 എന്തേ കാണാൻ വരിക? ഇതാ ഗുണതാ പോളിമറൈസേഷൻ. ഇത് എല്ലാവർക്കും കിട്ടും. പിന്നിൽ കണ്ടപ്പോൾ അത് പോളിമറാണ്. ഈ പ്രോസസ്സിന് പറഞ്ഞ പേരെന്താണ്? പോളിമറൈസേഷൻ ആണ്. ബുദ്ധിമുട്ടില്ല. അപ്പൊ അടുത്തത് എന്തായാലും എന്താവും സർ? ഇതിന്റെ പ്രൊഡക്റ്റ് ഇവിടെ ഇതാ പ്രൊഡക്റ്റ്. അതായത് ഒരു വലിയൊരു ചെയിൻ ഉണ്ടായിരുന്നു, 3 ആൾക്കാരുള്ള സിംഗിൾ ബോണ്ടുള്ള ചെയിൻ ഉണ്ടായിരുന്നു. അതിനെ പൊട്ടിച്ചോ, ഹീറ്റ് കൊടുത്ത് പൊട്ടിച്ചോ. ഒരു ഡബിൾ ബോണ്ടുള്ള ആളുണ്ട്, ഒരു സിംഗിൾ ബോണ്ടുള്ള ആളുണ്ട്. ദിസ് ഈസ് നോൺ ആസ് തെർമൽ ക്രാക്കിംഗ് അഥവാ താപീയ വിഘടനം. ചൂട് കൊടുത്ത് വിഘടിപ്പിക്കുക. ഇത്രയുള്ള സംഭവം. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കാതെ പോകരുത്. ഈ 4 മാർക്കിന്റെ ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നോക്കാതെ പോയിട്ട് റെഡി ആണല്ലോ? അപ്പൊ ഇതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കടാ. സെറ്റ് ആണല്ലോ? നല്ല സെറ്റ് ആണെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക? കമന്റിൽ സെറ്റ് എന്ന് കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.